ചരിത്രമുറങ്ങുന്ന ചടയമംഗലം, ഇതിഹാസങ്ങൾ കഥ പറയുന്ന ജടായുമംഗലത്തിന്റെ പെരുമ. മണ്ണിന്റെ മണവും മാനവസ്നേഹത്തിന്റെ നന്മയും ഹൃദയത്തിലേറ്റി ലാളിക്കുന്ന ഒരു കൂട്ടം ഗ്രാമവാസികൾ. ഈ ഗ്രാമീണ ജനതയുടെ ഹൃദയം തൊട്ടറിഞ്ഞ് 118 വയസ്സ് പ്രായമുള്ള ഒരു മുത്തശ്ശി പള്ളിക്കൂടം, ഗവൺമെന്റ് UPS ചടയമംഗലം. മികച്ച പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് നമ്മുടെ വിദ്യാലയം സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നു. ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടി വരുന്നത് അധ്യാപക രക്ഷകർത്തൃ കൂട്ടായ്മയുടെയും ചിട്ടയായ പഠന പ്രവർത്തനങ്ങളുടെയും നേർസാക്ഷ്യമാണ്. അധ്യാപകരുടെ നിരന്തരമായ പരിശീലനത്തിലൂടെ സ്കൂൾ കലോത്സവങ്ങളിലും ക്വിസ് മത്സരങ്ങളിലും LSS USS പരീക്ഷകളിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറ്റു മത്സര പരീക്ഷകളിലും മിന്നുന്ന വിജയമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊയ്തെടുക്കുന്നത്. മാതൃസ്നേഹം തുളുമ്പുന്ന ശിശു സൗഹൃദമായ പ്രീ പ്രൈമറിയും നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. പാഠ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒട്ടേറെ നവ്യാനുഭവങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് 4, 5, 6, 7 ക്ലാസ്സുകളിലെ മലയാളവുമായി ബന്ധപ്പെട്ട് പൈതൃകം എന്ന തനത് പരിപാടിക്ക് തുടക്കമിട്ടത്. 4ാം ക്ലാസ്സിലെ മുരളി കണ്ട കഥകളി എന്ന പാഠത്തിലെയും 5ാം ക്ലാസ്സിലെ ഗുരുപ്രസാദത്തിലെയും 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പടയണിയും 7ാം ക്ലാസ്സിലെ കതിവനൂർ വീരൻ എന്ന പാഠത്തിലെ തെയ്യവും ക്ലാസ്സിൽ പഠിപ്പിക്കവേ കുട്ടികൾ തങ്ങൾക്ക് അതിൻ്റെ നേരനുഭവം വേണം എന്ന് ടീച്ചർമാരോട് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ ഈ ആവശ്യമാണ് പൈതൃകം എന്ന പരിപാടിയിലേക്ക് ഞങ്ങളെ നയിച്ചത്. 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളിയാണ് തിരഞ്ഞെടുത്തത്. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകരും അവിടെ നിന്ന് പഠനം കഴിഞ്ഞ പ്രശസ്തരായ കലാകാരന്മാരും ഞങ്ങളുടെ കുട്ടികൾക്കായി ഞങ്ങളുടെ സ്കൂളിലെത്തി. കലാമണ്ഡലം രവികുമാർ, ശ്രീ കലാമണ്ഡലം മയ്യനാട് രാജീവ് നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 15 പേരടങ്ങുന്ന സംഘം രാവിലെ തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിലെത്തി. അതിനുശേഷം അവർ അണിയറ ഒരുക്കി. സ്കൂളിലെ ക്ലാസ് മുറികളിൽ
കഥകളിയുടെ ആടയാഭരണങ്ങൾ അണിയറയൊരുക്കി പ്രദർശിപ്പിച്ചു. കുട്ടികൾ ഈ ആടയാഭരണങ്ങളുടെ ചാരുത കണ്ട് അത്ഭുതപരതന്ത്രരായി. അണിയറയുടെ വിസ്മയലോകം അവർക്കായി തുറന്നുകൊടുത്തു. കഥകളി കലാകാരൻ ഉപയോഗിക്കുന്ന ഓരോ ആടയാഭരണങ്ങളും ഏറെ സന്തോഷത്തോടെ, അതിലേറെ ആകാംക്ഷയോടെ കുട്ടികൾ കണ്ടു. അവരുടെ മനസ്സിലുള്ള ഓരോ സംശയങ്ങൾക്കും കഥകളി കലാകാരന്മാർ ഉത്തരം നൽകി. തുടർന്ന് ശ്രീ കലാമണ്ഡലം മയ്യനാട് രാജീവ് നമ്പൂതിരി കുട്ടികൾക്കായി സ്വോദാഹരണ കഥകളി ക്ലാസ് നയിച്ചു. കഥകളിയുടെ ബാലപാഠങ്ങൾ വളരെ രസകരമായി അദ്ദേഹം അവതരിപ്പിച്ചു. പതാക മുതൽ കടകാമുഖം വരെയുള്ള 24 അടിസ്ഥാന മുദ്രകൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെപ്പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്തു. ഈ 24 മുദ്രകൾ ഉപയോഗിച്ചാണ് കഥകളിയിൽ കലാകാരൻ ആസ്വാദകരോട് സംവദിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. മുദ്രകൾ കൂടിച്ചേരുമ്പോഴാണ് അർത്ഥമുള്ള പദങ്ങൾ ഉണ്ടാകുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഫത്സം, അത്ഭുതം, ശാന്തം തുടങ്ങിയ നവരസങ്ങളും അദ്ദേഹം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. മുദ്രകളും നവരസങ്ങളും കൂട്ടിച്ചേർത്ത് അദ്ദേഹം മനോഹരമായി കുട്ടികളെ വിവിധ പദങ്ങൾ കാണിച്ചു കൊടുത്തു. കൂടാതെ രസകരമായ വാക്യങ്ങളും പഴഞ്ചൊല്ലുകളും അവർക്കായി മുദ്രയിലൂടെ കാട്ടിക്കൊടുത്തു. കുട്ടികൾ ആവേശത്തോടെ ആ നവ്യാനുഭവം നെഞ്ചോട് ചേർത്തു. അവർ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ എല്ലാ സംശയങ്ങളും ശ്രീ രാജീവ് നമ്പൂതിരി ദൂരീകരിച്ചു. അദ്ദേഹം മുദ്രയിലൂടെ കാണിക്കുന്ന വാചകങ്ങൾ കുട്ടികൾ യാതൊരു തെറ്റുമില്ലാതെ പറയാൻ തുടങ്ങി. അവരുടെ മനസ്സിലുള്ള അന്നുവരെ കഥകളിയെക്കുറിച്ചുള്ള ആശങ്കകൾ പതിയെ മാറാൻ തുടങ്ങി. ഇത് ഞങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയും എന്ന് അവർക്ക് മനസ്സിലായി. ക്ലാസ് മുറിയിൽ കേട്ടറിഞ്ഞത് അവർ കണ്ടറിഞ്ഞപ്പോൾ എത്ര മനോഹരമാണ് ഈ കലാരൂപം എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. അവർ അണിയറയിൽ കലാകാരന്മാർ ഒരുങ്ങുന്നത് കണ്ടു. മുഖത്ത് തേക്കുന്ന മനയോല മുതൽ ആടയാഭരണങ്ങൾ വരെയുള്ള വിസ്മയ ലോകത്ത് അവർ കണ്ടും തൊട്ടും അനുഭവിച്ചും സന്തോഷിച്ചു. ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമാക്കുന്ന കിരീടങ്ങളും ആടയാഭരണങ്ങളും അവരിൽ വല്ലാത്ത വിസ്മയം സൃഷ്ടിച്ചു. മനയോല അരച്ചാണ് മുഖത്ത് തേക്കുന്ന ചായമുണ്ടാക്കുന്നത് എന്നവർ മനസ്സിലാക്കി. പാഠപുസ്തകത്തിൽ കേട്ടറിഞ്ഞ മനയോല എന്ന പദം അവർ നേരിട്ട് കണ്ടറിഞ്ഞു. മനയോല അരയ്ക്കുന്നതും കഥകളി കലാകാരന്മാർ മുഖത്ത് ചായം തേക്കുന്നതുമൊക്കെ അവർ തൊട്ടടുത്തിരുന്ന് കണ്ടു. ഒരു കഥകളി കലാകാരൻ കൂടിയായ കുട്ടികളുടെ പ്രഥമാധ്യാപകൻ അവർക്കായി ഓരോന്നും വിശദീകരിച്ചു കൊടുത്തു. ചുട്ടികുത്താനായി ഉപയോഗിക്കുന്നത് അരിമാവും ചുണ്ണാമ്പും ചേർത്ത് അരച്ച മിശ്രിതമാണെന്നും അതിനു മുകളിൽ ഡ്രോയിങ് പേപ്പറാണ് ഒട്ടിക്കുന്നതെന്നും അവർ നേരിട്ട് കണ്ടറിഞ്ഞു. അവരുടെ സംശയങ്ങൾ കഥകളി ആശാന്മാരോട് അവർ ചോദിച്ചു. അവർ അവിടെ വച്ച് തന്നെ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള അഭിമുഖം പോലെയുള്ള വ്യവഹാരങ്ങൾ നേരിട്ട് കലാകാരന്മാരോട് ചോദിച്ചു. കഥകളിയുടെ ചരിത്രവും അതിൻ്റെ വളർച്ചയും ഒക്കെ രസകരമായി ആ ഗുരുനാഥന്മാർ അവർക്ക് പകർന്നുകൊടുത്തു. കഥകളി കലാകാരൻ്റെ കണ്ണ് ചമപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ചുണ്ടപ്പൂവാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കിരീടങ്ങളുടെ വർണ്ണവിസ്മയം അവരെ പരിചയപ്പെടുത്തി. എത്രമാത്രം ചിത്രപ്പണികളാണ് ഓരോ കിരീടത്തിലുമുള്ളതെന്ന് അവർ നേരിട്ട് കണ്ടു. ഒരു കലാകാരൻ്റെ കരവിരുത് പ്രകടമാക്കുന്നതാണ് ഓരോ കിരീടത്തിൻ്റെ നിർമ്മിതിയെന്നും കുട്ടികൾ തിരിച്ചറിഞ്ഞു. കഥകളി കലാകാരൻ മുഖത്തെ മേക്കപ്പ് കഴിഞ്ഞ് അണിയറയിൽ ഉടുത്തു കെട്ടുന്നത് അവർ നേരിട്ട് കണ്ടു. ഒരു കഥകളി കലാകാരൻ്റെ വേദന, ത്യാഗം അവർ തിരിച്ചറിഞ്ഞു. ചാക്കു മുതൽ അവർ പുറമേ കാണുന്ന തിളങ്ങുന്ന ആടയാഭരണങ്ങൾ വരെയുള്ള എത്രയെത്ര മേക്കോപ്പുകളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു. എത്രമാത്രം സഹനം ഈ കലാരൂപത്തിനു പിന്നിൽ ഒരു കലാകാരൻ അനുഭവിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. തുടർന്ന് ബഹുമാനിയായ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി,
ജനപ്രതിനിധികൾ, ഡയറ്റ് പ്രിൻസിപ്പൽ, AEO, BPC തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുത്ത സാംസ്കാരിക സമ്മേളനവും നടത്തി. ഈ പരിപാടികൾക്ക് അവരെല്ലാം സാക്ഷികളായി എന്നത് അഭിമാനകരമായി ഞങ്ങൾ കാണുന്നു. ഒരു ഗ്രാമം മുഴുവൻ ഈ പരിപാടി ഹൃദയത്തിലേറ്റി ഇതിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തി. കഥകളിയുടെ ചടങ്ങുകൾ ഓരോന്നോരോന്നായി വിശദീകരിച്ചു കൊടുത്തു. കേളികൊട്ട്, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, തുടങ്ങി പാഠപുസ്തകത്തിൽ കേട്ടറിഞ്ഞ ഓരോ ചടങ്ങുകളും കുഞ്ഞുമക്കൾ കണ്ടറിഞ്ഞു. തുടർന്ന് കിരാതം കഥ രസകരമായി അവതരിപ്പിച്ചു. അണിയറയിൽ കുട്ടികൾ കണ്ട കലാകാരന്മാർ അർജുനനായും കാട്ടാളനായും കാട്ടാളത്തിയായും വേദിയിൽ നിറഞ്ഞാടി. കുട്ടികളും നാട്ടുകാരും ഉത്സവ അന്തരീക്ഷത്തിൽ ആനന്ദ നിർവൃതിയിലായി. ഒരു സമൂഹമൊന്നാകെ വിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതിൻ്റെ തെളിവായി മാറി പൈതൃകം. ആട്ടവിളക്ക് ഇവിടെ അണയുന്നില്ല. പടയണിയായും തെയ്യമായും ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കായി, ഈ നാടിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാനായി.